PSC ടു സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ശാരദ. നൽകുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ്. ആരംഭിച്ചത് 1992 ഫസ്റ്റ് ജേതാവ് TE വാസുദേവൻ. സമ്മാന തുക 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പമാണ്. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി N കരുണനാണ്. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാനിപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം. ഉത്തര മഹാസമതലത്തിൻ്റെ വിസ്തൃതി 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ധാതുക്കളുടെ കലവറയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 207 പേരാണ്. ആദ്യ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി. 42ാം ഭേദഗതി 1976. മൗലിക കടമകൾ 51A ഭാഗം 4 ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. നിലവിൽ ഇപ്പോൾ 11 മൗലിക കടമകളാണ് ഉള്ളത്. ആദ്യം 10 ഉള്ളായിരുന്നു. 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 86ാം ഭരണഘടനാ ഭേദഗതി 2002-ലാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയായി കൂട്ടിച്ചേർത്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശഗീതമായ വന്ദേമാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ആനന്ദമഠം. സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ് ആനന്ദമഠം. 1882 പ്രസിദ്ധീകരിച്ചത്. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതിയാണ് ദുർഗേശ നന്ദിനി. ദേശീയഗീതമായി വന്ദേമാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേമാതരം ആലപിക്കാൻ ആവശ്യമായ സമയം 65 സെക്കൻഡ്.